എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നാ? ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ 8 നിലയിൽ പൊട്ടി. ഫ്ലോപ്പ് എന്ന് വെച്ചാൽ എമ്മാതിരി ഫ്ലോപ്പായി. പറയാറാ കളറ് പറയാണ്ട് പിന്നെ എനിക്ക് യാത്ര ചെയ്യേണ്ട വണ്ടിയല്ലേ, പച്ച വണ്ടിയാണ്. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു പ്രത്യേകതരം വീഡിയോ ആണ്. നമ്മളെ ചാനലിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം കൂടിയാണ് ഇത്. നിങ്ങൾ പ്രാങ്ക് എന്നോ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എന്നോ അല്ലെങ്കിൽ സർപ്രൈസ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആക്ച്വലി ഈ ഒരു സാധനം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസിൽ നിങ്ങൾ കാണുന്നതാണ്. നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് ഇത് ആർക്കാണ് സസ്പെൻസ് കൊടുക്കേണ്ടത് വെച്ചാൽ അവരോട് കാര്യം പറയാണ്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഞാനത് നിങ്ങളോടും പറയുന്നില്ല. നിങ്ങളേതായാലും വീഡിയോ അവസാനം വരെ കാണുക. എന്തായാലും നല്ലൊരു ട്വിസ്റ്റ് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമെന്ന്. വർക്കൗട്ടായാൽ നല്ല രീതിയിൽ കലാശിക്കും. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാറ് വാങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് കാലമായി ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് തീരുമാനിച്ചാണ്. കാരണം ഞാനിപ്പം ട്രാവൽ ചെയ്യുന്ന എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ 2 വീൽ തന്നെയാണ്. പക്ഷേ ഫാമിലീനും കൊണ്ട് എവിടെയും പോകാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് ബൈക്കിലൊക്കെ എല്ലാവരും പോകാമെന്ന് പറഞ്ഞ കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയ ഒരു പരിപാടിയാണ് ഒരു കാറ് വാങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തിരിച്ചെത്തി ഊർക്കിലെത്തിയപ്പോൾ തന്നെ നമ്മൾ സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി ഇതിൻ്റെ പുറകെ ഓടുന്നത്. ഒന്നാമത് ഈ ഒരു ഐഡീൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ആധാർ കാർഡ് നാട്ടിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇവിടെ രജിസ്ട്രേഷൻ്റെ ഒക്കെ എന്തെല്ലാം നൂലാമാലകളുണ്ട്. അതുകൊണ്ട് വിട്ടതായിരുന്നു. ആദ്യം സെക്കൻഡ് ഹാൻഡ് വാങ്ങാമെന്ന് വിചാരിച്ചിന്. പിന്നെ വിചാരിച്ചു ഏതായാലും ഫ്രഷ് നോക്കാം. കാരണം ഇവിടെ സെക്കൻഡ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ചീറ്റിംഗ് ഒക്കെ നല്ലോണം നടക്കുന്നതാണ്. ലാസ്റ്റ് അത് വിൽക്കാൻ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ലോണം കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഇല്ല, ഫ്രഷ് തന്നെ നോക്കാൻ വെച്ചു. ഏതായാലും നമ്മളിപ്പം ജസ്റ്റ് നോക്കിയിട്ട് വരാനുള്ള കൺസെപ്റ്റിൽ പോകാൻ പോകുമായിരുന്നു. ഫാമിലി ഉണ്ട്. പിന്നെ ഏതായാലും നോക്കിയിട്ട് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പം പറഞ്ഞ പോലെ നമ്മൾ വണ്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ 1-2 ഷോറൂമുണ്ട് അടുത്ത് തന്നെ. അപ്പം മാക്സിമം സ്ഥലത്ത് കവർ ചെയ്യും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ടാറ്റ, മാരുതി, നിസാൻ, അതുപോലെ ഹുണ്ടായി, റിനോൾട്ട്, ഹോണ്ട, എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവരെ കൂട്ടിയിട്ട് ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ 1-2 സ്ഥലത്തുനിന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട്. ഒരു ഡോറ കുഞ്ഞിനെ കണ്ട. ഹായ് ഡോറ. ഡോറയാണ് നമ്മളെ മൂന്നാണിക്ക് വരാം മാഡം. ആ അടിപൊളി കണ്ണ. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പിന്നെ റിക്ഷയിലാണ് പോകുന്നത്, ബാറ്ററി റിക്ഷയിലാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ കുറച്ചൊരു പേടി തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടികളെയും കൊണ്ട്. ഇപ്പം ഒന്നാമത് ഇതൊരു വലുതായതിനു ശേഷം ബുദ്ധിമുട്ടാണ്. 4 ആളൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാറിൻ്റെ കൺസെപ്റ്റിലേക്ക് പെട്ടെന്ന് വരാനുള്ള കാര്യം അത് തന്നെയാണ്. ഇത്തവണ പിന്നെ പയ്യാമ്പലത്തൊക്കെ നാട്ടിൽ വന്ന സമയത്ത് പയ്യാമ്പലത്തൊക്കെ പോയിട്ട് അന്ന് രാത്രിക്കാണ് തിരിച്ചെത്തിയത്. അല്ലാണ്ട് എന്ന് പറയുന്നത് രാത്രി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി 2 വീലിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് കാറ് വാങ്ങാൻ തന്നെ ഇതിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ ട്രാഫിക് ആയതുകൊണ്ട് ഭയങ്കര നോയ്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന് അവിടെ പോയിട്ട് കാണാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അതായത് ഷോറൂമിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിനോൾട്ട് ഷോറൂമിലുള്ള മഹമ്മറെ അപ്പോൾ പോവാം. അപ്പോൾ ഇവിടെ 2 ഷോറൂമുണ്ട്. ഒന്ന് റിനോ ഉണ്ട്, പിന്നെ അടുത്ത് തന്നെ ഹോണ്ടൻ്റെ ഉണ്ട്. 2 അടുത്ത് തന്നെയാണ്. ഇത് ഒരേ പിന്നെ മൊലാളീൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ 2 ഡീലർഷിപ്പും. പിന്നെ കാണാ ഇതാ വണ്ടി ഇതാ വെച്ചിട്ട് ഒരു ഡ്രൈവർ വെച്ചിട്ടുണ്ട്, ഒരു നമ്മുടെ കൈഗർ വെച്ചിട്ടുണ്ട്. 2 ടെസ്റ്റ് ഡ്രൈവിൻ്റെ വണ്ടി വന്നു. പിന്നെ ഞാൻ അന്ന് വന്ന സമയത്ത് ഇവിടെ ഒരു കിഡും ഉണ്ടായിരുന്നു. ഇന്ന് കിഡില്ല, അത് പിന്നെ പുറത്ത് ഡ്രൈവിന് പോയിട്ടുണ്ടേ തോന്നുന്നു. ഏതാ ഉണ്ട് പറ. ഇതാ എത്ര പൈസ എന്ന് പറയുന്നത്? നമുക്ക് കിഡ് വാങ്ങാം. കിഡ് ചെറിയ വണ്ടിയിലാടാ. എനിക്കതുകൊണ്ട് കുക്കി ഏത് വണ്ടിയാ വേണ്ടേ? പോക്ക അതാ വേണ്ടി വരും. അത് സ്വിഫ്റ്റ് അല്ലേ? നമുക്ക് മാരുതിനൊക്കെ പിന്നെ പോവാ. ഇപ്പൊ ഏതാ വേണ്ടെന്ന് പറഞ്ഞോ? നോക്കിയേ അതാ. ഇത് ഭയങ്കര പൈസ അല്ലേ?
ഏത് അതേതാണ്? അതാ ഞാൻ പറഞ്ഞ കിഡ്. ഇതാ അവിടെ ഒരു ക്യുഡിന്റെ ഒരു ഇതുണ്ട്, കാരണം അതെന്നാ പറയുന്നത്. ക്യുഡൊന്നും ഉണ്ടായിരുന്നു, അടിപൊളി ഒരു ക്ലൈംബർ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു, അത് എവിടെയാണ് നിർത്തി വെച്ചിക്കല്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കയറാം. നമ്മളെ ചങ്ങായിമാരിലാണ് ഉണ്ട്, അവരോട് സംസാരിച്ച് നോക്കാം. കയറിക്കോ, മുകളിൽ കയറിക്കോ. കാരണം കയറണം മോനെ. അപ്പോൾ നമ്മൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ലൈറ്റില്ല കേട്ടോ. അപ്പോൾ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. വാ ഇവിടെ. പുതിയ ഡെലിവറിക്കുള്ള വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവർ ഡെലിവറി ആണെന്ന് തോന്നുന്നു. മറ്റേ റിബണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൈഗർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവരുടെ തൽക്കാലം ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഡീല് നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ശരിക്കും നോക്കിക്കോ, അഭിപ്രായം പറയണം കേട്ടാ. വയ്യ പിന്നെ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വയ്യ അയ്യോ എനക്ക് അതാണ് ഇഷ്ടമായിരുന്നും പറയണ്ട. വേറെയും വണ്ടികൾ നോക്കാം. ആദ്യം ഇത് നോക്ക്, ഏതെങ്കിലും ഒന്ന് ബെസ്റ്റ് വൺ ഒന്ന് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് കുറേ ഡിസ്കഷനൊക്കെ നടന്ന്. പിന്നെ ഇവരെ വണ്ടി കാണിച്ചു. വണ്ടി കാണിച്ചിട്ട് മുഖം കാണിക്കും. ഏതാ വണ്ടി വേണ്ട പറ. കാരണം ഏത് വണ്ടിയാ വേണ്ടേ? കിഡാ? ഏത് വണ്ടി വേണ്ട മുഖ? ഇതൊരു കൈഗർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കൈഗറാണ് കേട്ടോ. എനിക്കത് ഇഷ്ടം. പിടിക്കട്ടെ പിടിക്കട്ടെ പിടിക്കട്ടെ, കുഴപ്പമില്ല. എനിക്കിനി വേറെയും പോകണ്ടല്ലോ. അപ്പുറം ഹോണ്ടയുടെ ഷോറൂമുണ്ട്, അവിടെ പോകണ്ടല്ലോ. ഹോണ്ടയിൽ അധികം വണ്ടിയൊന്നുമില്ല. എനിക്ക് പറയണം പോണോ? നോക്കണോ? ഇത് നോക്കിയാ എന്ത് നല്ല വണ്ടിയാ? നമ്മൾ ശരിക്കും നോക്കിയിട്ടാ, ഇരുന്ന് നോക്കി എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിന് കൈഗർ. ഇതാണ് നമ്മുടെ കൈഗർ. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഇപ്പം ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ളത്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഏതാ കളർ വേണ്ടേ? കളറ് പറയാതെ പറയറാ. കളറ് പറയാണ്ട് പിന്നെ എനിക്ക് യാത്ര ചെയ്യേണ്ട വണ്ടിയല്ലേ? പച്ച വണ്ടിയാണ്. പച്ച വണ്ടിയാ കാണാൻ പറഞ്ഞാൽ ക്യുഡ് വാങ്ങാം. ക്യുഡിലുണ്ട് ഒരു പച്ച കളറ്. അപ്പോൾ അവസാനം നമ്മളിപ്പം കൈഗറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കളറാണ് ഇപ്പം കൺഫ്യൂഷൻ. ഇവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറുണ്ട്. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ കളറാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഏത് കളറാണ് വേണ്ടത് ഒന്നുകൂടി പറ. പച്ച തന്നെ നമുക്ക് പച്ചയാണ് വേണ്ടത്. പച്ച കളറിൻ്റെ എന്തെങ്കിലും സാധനം കിട്ടുമോ കേട്ടോ വാങ്ങിക്കൊടുക്കുക. പത്ത പച്ച അല്ലേ? അപ്പോൾ നോക്കട്ടെ, അവൾ പറഞ്ഞ കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ നമ്മൾ വലിയൊരു സസ്പെൻസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നിന്. നമ്മളെ പ്രിയതമക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ 8 നിലയിൽ പൊട്ടി. ഫ്ലോപ്പ് എന്ന് വെച്ചാൽ എമ്മാതിരി ഫ്ലോപ്പായി. നല്ല സസ്പെൻസ് കൊടുക്കുക. നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ടില്ല. സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ മുമ്പേ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വണ്ടി ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കൂട്ടിയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ വണ്ടി നോക്കാൻ വേണ്ടി വന്നല്ല, എല്ലാ പരിപാടിയും ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വണ്ടിയുടെ കസലിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയത് ഫെയിലിയർ ആണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഈ പൂജ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പൂജ പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഹതിയോട് വന്ന് ചോദിച്ചു, മാഡം പൂജ ചെയ്യുന്നില്ല പറഞ്ഞിട്ട്. അന്നേരമാണ് ഈ സംഭവം ഫ്ലോപ്പായത്. അതുവരെ ഒന്നും മനസ്സിലായില്ല. ഇത് പറ പറയടാ, എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നാ? ഒന്നും അറിയില്ല. സംഭവം റെഡിയാകുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ അതിൻ്റെ കട്ടൺ റൈസർ ഇപ്പം ഉണ്ടാവും. പറ കേണ നമ്മളെ വണ്ടിയാ. മാസ്ക് അയക്കടാ, മാസ്ക് അയക്കടാ. നമ്മളെ വണ്ടിയാ. ഇതൊന്നും സംഭവം ഇതാ സാധനം. സൂപ്പർ കുക്കി. നോക്കിയ എന്ത് ഇതാ നമ്മളെ വണ്ടിയാണ്. കൃഷ്ണ
അപ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സിലേക്ക് പോയെന്ന് ഇപ്പോൾ റിബൺ കട്ടിംഗ് ഉണ്ട്, പിന്നെ അതിനുശേഷം നമ്മളെ കട്ടർ റേസറാണ്. അപ്പോൾ കട്ടിങ്ങിന് അതിനുശേഷം പൂജയൊക്കെ ഉണ്ട്. നമ്മളേതായാലും അപ്പോൾ റിബൺ കട്ട് ചെയ്യാൻ പോവുകയാണ്. चलिए सर, चलिए सर. ഇതാണ് നമ്മുടെ സാധനം, കൈഗർ. എന്നാ കൈഗർ RXZ. എങ്ങനെയുണ്ട് സാധനം? നമ്മളെ വണ്ടിയാ. എന്താ കളർ എന്തുണ്ട്? പൂജ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് മുകളിലിട്ട ആ പൂജ ചെയ്ത ആ ഒരു തേങ്ങ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ആ വെച്ചോളൂ, അവിടെ വെച്ച് ചരട് കെട്ടുന്നുണ്ട്. കെട്ടിക്കൂടി ജസ്റ്റ് കെട്ടിയാൽ മതി. ഹാപ്പി? ഇനിയുണ്ട് പരിപാടികൾ, വാ. അപ്പോൾ നമ്മുടെ അടുത്തൊരു സ്വപ്ന സാക്ഷാത്കാരം. ഹാപ്പിയാ? ഇതോ വരുന്നുണ്ട്, ഇന്നുണ്ട്. ये ड्राइवर है हमारे, गाड़ी लेके यही आते हैं देहरादून से. विशाल भाई फोटोग्राफर बने हुए हैं आज. बहुत सालों बाद हमें आज मौका मिला है. यस, तो हम अपना पूरा 100% दे के दिखाएंगे. चल कहाँ चला हट जा. ഇനി അടുത്തത് കേക്ക് കട്ടിംഗ് ആണ്. നമ്മളെ കേക്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണ കട്ട് ചെയ്തോ, വാടി കൂടുതൽ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? This is very great that you are creating your YouTube video. I request you to upload it and share with us also, so that we can upload on our Facebook. Sure. Sir, very shy now. Representative कौन है? अल्लाह मतलब ज़्यादा कुछ फोटो बेबी ये आपके लिए. Thank you. Congratulations. Once again. Thank you. Did you share this video to which? I'm giving you positive feedback from your side. As if you want any kind of assistance, yeah, definitely you can. You can contact with Manish's booking. I don't. Not really. Otherwise, Manish is there to assist you. From local, I am sitting in Dehradun actually. Or Mr. Sharma is there, who is the overall head of Honda. വണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്താണ് ഭയങ്കര ഹാപ്പിയാന്നല്ല മോളെ? എന്താണ് പറയുന്നത്? നമ്മളെ വണ്ടി കണ്ടോ നിൽക്കുന്നത്? നല്ല വെയിലത്ത് ഇങ്ങനെ തിളങ്ങുന്ന. കയറേ ഒറ്റ മിനിറ്റ്. അല്ല ആയില്ല മോളെ, കയറാനായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. പിന്നെ ഇപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. നമ്മളൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും വെച്ചിട്ട് നല്ലൊരു വീഡിയോ നമ്മുടെ ടെക് ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്നേരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറാൻ പോയിരുന്നു, നമ്മളിപ്പോൾ ഇവിടുന്ന് വിടാൻ പോയിരുന്നു.
അപ്പോൾ നമ്മളെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഏയ് പറയറാ, നമ്മൾ ഒരു ഡ്രൈവറെ കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ റെനോൾട്ടിൻ്റെ ഡ്രൈവറാണ്. കാരണം ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം പുതിയ വണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പയറ്റേണ്ട വിചാരിച്ചു. കുറച്ച് ഏലാകാനുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളെ വീട് വരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ എത്തിയതാ, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഏയ് എന്ത് പറയണ്ട, ഹാപ്പി ഹാപ്പി. ഇനി വരുന്ന ട്രിപ്പുകളിൽ ഇനി ഇടുന്ന അങ്ങോട്ട് ഈ വണ്ടിയിലായിരിക്കും. അതൊന്ന് ലെവലാകണം, അതിനുശേഷം നമ്മൾ തുടങ്ങുന്നതായിരിക്കും. കാരണം ഫാമിലീനെയും കൂട്ടിയിട്ട് എവിടെയും പോകാൻ പറ്റില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഫാമിലീനെയും കൂട്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇപ്പം തിരക്കിട്ട് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമ്മളിപ്പോൾ കാറിൻ്റെ ഷോപ്പിലെത്തി. കാറ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നു. കേക്കുകൾ നമ്മൾ മുറിച്ചു. പിന്നെ നമ്മൾ വണ്ടീൻ്റെ സ്ഥലത്തെ പൊട്ടിയിട്ട് മുറിച്ചു കഴിഞ്ഞു. ബൈ ഫ്രണ്ട്സ്.